അമ്മായിയപ്പൻ്റെ സഹപ്രവർത്തകനായിരുന്ന എൻ്റെ ബന്ധു ഇബ്രാഹിം എപ്പോഴും കുഞ്ഞുമമ്മു എന്നാണ് അദ്ദേഹത്തെ പറഞ്ഞിരുന്നത് ഞാൻ എൻ്റെ ഭാര്യാവീട്ടിൽ കേട്ടിരുന്നത്. അപ്പോൾ മുക്കത്ത് പുതുതായിട്ടൊരു ചെറിയ ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കണം എന്ന് വന്നപ്പോൾ അതിന് ധനസഹായം ചെയ്തത് കുഞ്ഞോമതാണ്. അവിടെ അന്ന് KRSന്റെ ബോർഡൊക്കെ വെച്ചിരുന്നു. ഈ ബോർഡൊന്നും വെക്കുന്നതിൽ കുഞ്ഞോമനൊരു താല്പര്യമില്ല. ഇപ്പോൾ നമ്മുടെ NM സലീം 2002 ഒരു അപകടത്തിൽ മരിച്ചു. 5-8 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ കുഞ്ഞോനോട് പറഞ്ഞു, നമുക്ക് സലീമിന്റെ പേരിൽ ഒരു ഗ്രന്ഥം ഇറക്കണം. അപ്പോൾ നിങ്ങൾ ഒരു കാര്യമായ പരസ്യം തരണം. കുഞ്ഞോൻ എന്നോട് പറഞ്ഞത്, അതിന് പരസ്യമൊന്നും വാങ്ങണ്ട, അതിന്റെ ചെലവ് എത്രയാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി, അത് ഞാൻ തരാം. ആരോടും ഒരു പൈസയും ചോദിക്കരുത്, അതിന് പരസ്യം വാങ്ങരുത്. അപ്പൊ ഞാൻ അവന് ബാക്ക് കവറിൽ നിന്നാല് KRSന്റെ പരസ്യം കൊടുക്കും. അത് വേണ്ട കാര്യം, അത് നിങ്ങൾ ആ ബില്ല് തന്നാൽ മതി, പൈസ നിൽക്കും. അങ്ങനെ കുറച്ച് വൈകിയാണ് ആ പുസ്തകം വന്നത്. ആ പുസ്തകം വന്നപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലെ പല ആളുകളും പറഞ്ഞു, വേറെ ആളോട് പരസ്യമൊന്നും വാങ്ങരുത്. അപ്പൊ ഞാൻ കഷ്ടത്തിലായി. കുഞ്ഞുമോമനോട് ഞാൻ ഇങ്ങനൊരു വാക്ക് പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ കുഞ്ഞുമോമനോട് പറഞ്ഞു, ഞാൻ CP എന്നാണ് അദ്ദേഹത്തെ വിളിക്കുക. നമ്മുടെ CP ഇങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, ഞാൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളോട് ചോദിക്കാം. ആയിക്കോട്ടെ കാര്യം, നിങ്ങൾ പറയുമ്പോലെ. അപ്പൊ അദ്ദേഹത്തിന് വലിയ വേറെ സഹായം ചെയ്തു. അദ്ദേഹത്തിന് ലേഖനം തന്നു, ഫോട്ടോ തന്നു, ഒക്കെ തന്നു. അത് കഴിഞ്ഞ് സാഹചര്യവശാൽ പതിവില്ലാത്തൊരു കാര്യം ഉണ്ടായി. ആ സലീം സ്മാരകഗ്രന്ഥത്തിന് 2ാം പതിപ്പ് വേണ്ടി വന്നു. 2ാം പതിപ്പ് വേണ്ടി വന്നപ്പോൾ ഞാൻ കുഞ്ഞുവിനോട് പറഞ്ഞു, 2ാം പതിപ്പ് അടിക്കാം. ശരി, അങ്ങനെ 2ാം പതിപ്പൊക്കെ ഉണ്ടാവുന്നതിന്. അപ്പൊ അതില് അദ്ദേഹം അതിന്റെ ചെലവ് മുഴുവൻ അദ്ദേഹം എടുത്തു. അദ്ദേഹത്തിന്റെ പരസ്യം അദ്ദേഹത്തിന്റെ സമ്മതമില്ലാതെ ഞാൻ കൊടുക്കുകയും ചെയ്തു. ഇങ്ങനെ വളരെ ഉദാരനായ ഒരാളാണ് കുഞ്ഞു മുഹമ്മദ്. പ്രത്യേകിച്ച് നമ്മുടെ നാടിനോട് അദ്ദേഹത്തിന് അങ്ങനെ ഒരു താല്പര്യമുണ്ട്. പിന്നെ എനിക്ക് അനവധി വർഷങ്ങളായിട്ട് അറിയാം. അപ്പോൾ നിങ്ങൾക്ക് തമാശ തോന്നും, കുഞ്ഞു മുഹമ്മദ് ഒരിക്കൽ ജപ്പാനിൽ നിന്നാണോ എനിക്ക് ഓർമ്മയില്ല, ഏതോ വിദേശയാത്ര കഴിഞ്ഞ് വന്നപ്പോൾ എന്നോട് ചോദിച്ചു, കാരശ്ശേരി നിങ്ങൾ കമ്പ്യൂട്ടർ ഒന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടോ, എനിക്ക് ഓർമ്മയില്ല. കേട്ടിട്ടില്ല അല്ലേ? എന്നല്ലേ വണ്ടി കയറും, കാറിൽ കയറും, ഞാൻ കാണിച്ചു തരാം. അങ്ങനെ കുഞ്ഞോമന്റെ വീട്ടിൽ പോയപ്പോൾ ഞാൻ ആദ്യമായിട്ട് കമ്പ്യൂട്ടറിന് കേട്ടിട്ടുണ്ടാവും, എനിക്ക് ഓർമ്മ നിൽക്കുന്നില്ല. കുഞ്ഞോമൻ എന്നോട് പറഞ്ഞത്, ഇതാണ് കമ്പ്യൂട്ടർ. അപ്പൊ എത്ര മുമ്പിലാണ് കുഞ്ഞോമെന്ന് ആലോചിക്കുക. ഞാനൊരു യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറാണ്, അവിടെ ഇത് കണ്ടിട്ടും കേട്ടിട്ടും ഇല്ല. അപ്പോ കുഞ്ഞോത് എന്നിട്ട് ഇതിന്റെ ചില കാര്യങ്ങൾ, എങ്ങനെയാണ് ഇമെയിൽ, എങ്ങനെയാണ് മെസ്സേജ് അയക്കുക, ഇതൊക്കെ എനിക്കതൊന്നും അന്ന് തലയിൽ കയറിയില്ല. ഞാനൊരു കുഞ്ഞോമന്റെ സ്വഭാവത്തിന്റെ ഒരു ഉദാഹരണം പറഞ്ഞു. ഈ കാശുള്ള ആളുകൾ സംഭാവന ചോദിച്ചാൽ അത് കൊടുക്കാൻ തയ്യാറാവുന്ന പല്ല് നമുക്കറിയാം. അങ്ങനെ കാശിന്റെ കാര്യത്തില്, സമ്പത്തിന്റെ കാര്യത്തില് അല്ല കുഞ്ഞോമന്റെ സമ്പന്നത. ഞാൻ അതിന്റെ വേറെ ഒരു ഉദാഹരണം പറയാം. ഞങ്ങൾ ഒന്നിച്ച്